കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടി തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഡാറിൽ വലിയ ലോഹവസ്തു ഉണ്ടെന്ന സിഗ്നൽ ലഭിച്ചിരിക്കുകയാണ്. 8 മീറ്റർ താഴ്ചയിൽ ഉണ്ടെന്നാണ് പ്രാഥമിക വിവരം. 2 അത്യാധുനിക റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. സിഗ്നൽ ലഭിച്ച ഭാഗത്ത് പരിശോധന തുടരുകയാണ്. നിലവിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഇതേ ആർജവത്തോടെ നേരത്തെ തന്നെ തുടർന്നിരുന്നു എങ്കിൽ അർജുനെ നേരത്തെ തന്നെ പുറത്തെടുക്കാമായിരുന്നു. മണ്ണിനടിയിൽപ്പെട്ട് ഒരാഴ്ചയാവുകയാണ്. എന്നിട്ടും ആ ഒരു മനുഷ്യനെ പുറത്തെടുക്കാൻ കർണാടക സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് ദുഃഖം പകരുന്ന കാര്യം തന്നെയാണ്. സർക്കാരിന്റെ കഴിവുകേടായി മാത്രമേ ഇതിനെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ സംഭവ സ്ഥലത്ത് സൈന്യം എത്തിയത് തന്നെ കേരളത്തിൽ അർജുന്റെ സഹോദരി നേരിട്ട് പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയച്ചതുകൊണ്ടാണ്. കർണാടക സർക്കാർ പൂർണ്ണ സഹകരണത്തോടെ ഇറങ്ങിയിരുന്നുവെങ്കിൽ അർജുൻ ഇപ്പോൾ രക്ഷപ്പെടുമായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ നിന്നുമുള്ള റെസ്ക്യൂ ടീം ഷിരൂരിൽ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് മുക്കത്ത് നിന്നുമുള്ള റെസ്ക്യൂ ടീമാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ജീവന് വേണ്ടി മലയാളികൾ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ജാതിമത ഭേദമന്യേ കേരളം ഒന്നടങ്കം അർജുന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശുഭവാർത്ത കേൾക്കുന്നതിനായി പ്രതീക്ഷയോടെ കാതോർക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി എന്ന് പറയുന്ന സിദ്ധരാമയ്യ എന്ന ആ മനുഷ്യനോട് വെറുപ്പ് തോന്നുകയാണ്. ഒരാഴ്ച പിന്നിടുമ്പോഴും ആ ജീവനെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ അവിടെയുള്ളവരുടെ മനസ്സ് എത്രത്തോളം ക്രൂരമാണെന്ന് വ്യക്തമാകുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, താങ്കൾ കേരളത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇവിടുത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കണ്ണു തുറന്ന് കാണണം. ഇവിടുത്തെ മനുഷ്യരുടെ ഒത്തൊരുമയൊന്ന് കാണണം. ഇതുപോലെ മണ്ണിനടിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച പലരെയും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൊറോണ മഹാമാരിയും നിപ്പ വൈറസും കരിപ്പൂർ വിമാനാപകടങ്ങൾ വരെ ഒറ്റയ്ക്കാണ് ചെറുത്തു നിന്നത്. അതേ മലയാളികൾ തന്നെയാണ് ഇപ്പോൾ അർജുന് വേണ്ടി കോരിച്ചൊരിയുന്ന മഴയത്ത് പോയിരിക്കുന്നതും. ആരും വിളിച്ചിട്ടല്ല രഞ്ജിത്ത് ഇസ്രായേൽ എന്ന മനുഷ്യൻ അവിടെ എത്തിയത്. മനുഷ്യനായതുകൊണ്ട് മാത്രം, മനുഷ്യത്വം ഉള്ളിൽ ഉള്ളതുകൊണ്ട് മാത്രം. സിദ്ധരാമയ്യ സർക്കാർ, ഇനി താങ്കൾ ജനത്തിനായി എന്ത് ചെയ്താലും മലയാളികൾക്ക് നിങ്ങളുടെ ക്രൂരത മറക്കാനാകില്ല. നിങ്ങളുടെ കഴിവുകേടായി തന്നെ ഉള്ളിൽ കിടക്കും.